Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, can you also read the voice on here now? Good morning. Next, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമ്മള് എംപ്ലോയി റിലേഷൻസ് ആണ് തുടങ്ങി വെച്ചത് അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എംപ്ലോയി റിലേഷനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? അത്യാവശ്യം നല്ലൊരു ബന്ധം, അപ്പൊ തുടർച്ചയായിട്ടുള്ള ഒരു നല്ല ബന്ധം, അതായത് തൊഴിലുടമ തൊഴിലാളികൾ, യൂണിയൻ നേതാക്കള്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ തമ്മിൽ നല്ലൊരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു വ്യവസായ ബന്ധം അത് വളർത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് നല്ല മെച്ചപ്പെട്ട രീതിയിൽ മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു. നമുക്കിനി വിവിധ വ്യക്തികൾ അല്ലെ, വിവിധ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ബൈഹാർട്ട് പഠിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം എന്താണ് ഓരോ പേരുകൾ അല്ലെ, അവിടെ ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻ വരുമ്പോൾ ആരുടെ കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ ആരുടെ വ്യൂ പോയിന്റ്സ് ആണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇത് ചോദിക്കും. അപ്പോൾ പേരുകൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ദ ILO അല്ലെ, നമ്മളെ ഡെഫിനിഷൻ തുടങ്ങിയല്ലേ എടുക്കേണ്ടത് അല്ലേ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതല്ലേ? Okay, according to ILO, industrial relations deal with either the relationship between the state and the employers and the workers organization, or the relation between the occupational organizations themselves. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം വ്യവസായ ബന്ധം എന്നുള്ളത് അല്ലെ, അവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ളത് പ്രധാനമായിട്ട് പറയുന്നത് സ്റ്റേറ്റും അല്ലെങ്കിൽ അതേപോലെ തന്നെ തൊഴിലുടമയും തൊഴിലാളികളും സംസ്ഥാനവും തമ്മിലൊക്കെയുള്ള നല്ലൊരു ബന്ധം. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിന് പെർമിഷനൊക്കെ വേണം അല്ലെ. അപ്പൊ അതിനോട് ചേർന്ന ബന്ധമാണ് ആ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് അല്ലെ. പെർമിഷനൊക്കെ കിട്ടി തൊഴിലുടമ ആ പെർമിറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിൽ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ തൊഴിലാളികളെ ഇറക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരു തുടക്കം തന്നെ ഒരു നല്ലൊരു ബന്ധം വേണം അല്ലെ, ഒരു വ്യവസായ ബന്ധം വേണം. അതായത് ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ആ ഒരു പ്ലേസുമായി ബന്ധപ്പെട്ട് നല്ലൊരു അഭേദ്യമായിട്ടുള്ള പെർമിഷൻ കാര്യങ്ങൾക്കൊക്കെ ഒരു ബന്ധം വേണം. ദെൻ തൊഴിലാളികളുമായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം. ഓക്കെ, ഇപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡീൽ വിത്ത് either the relationship between the state and the employers and workers organization. ഓക്കെ, അങ്ങനെയുള്ള ഒരു ബന്ധം അവിടെ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമാണ്. All the relations between the occupational organizations themselves അല്ലെ. അത് മാത്രമല്ല നമുക്കറിയാം തൊഴിൽ സംഘടനകളൊക്കെ ആയിട്ട് നല്ല ബന്ധം വേണം അല്ലെ. നമ്മൾ തൊഴിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യുമ്പോഴായിരിക്കും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇഷ്യൂസുകളൊക്കെ ആയിട്ട് വരാനായിട്ട് യൂണിയനുകളൊക്കെ രംഗത്ത് വരാനൊക്കെ തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ മറ്റു ഓർഗനൈസേഷൻസ് അല്ലെ, മറ്റു സംഘടനകളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തി പോകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ പറയുന്നത്, അക്കോർഡിംഗ് ടു ILOയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. അതായത് ILO എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തിൽ, അവരുടെ വീക്ഷണത്തിൽ പറയുന്നത് നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റും തൊഴിലുടമയും തൊഴിലാളികളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം വേണം. അതോടൊപ്പം തന്നെ മറ്റു ഓർഗനൈസേഷനുകളൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു വ്യവസായ ബന്ധമാണ് ഓർഗനൈസേഷന് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും അല്ലെ, അവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും നേരിടാതെ തന്നെ നല്ല രീതിയിൽ വർക്കുകൾ മൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ILO പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നു നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റുമായിട്ടും എംപ്ലോയറായിട്ടും എംപ്ലോയി ആയിട്ടും മറ്റു ഓർഗനൈസേഷനൊക്കെ ആയിട്ട് നല്ലൊരു വ്യവസായ ബന്ധം അവിടെ വേണം എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ILOന്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പില് എന്തൊക്കെയാ അല്ലെ, ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു പ്രൊഫസർ റൈഗർ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ.
ഒക്കെയാണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ക്ലെയ്ഗ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻ encompasses the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം വ്യവസായ ബന്ധം എന്നത് തൊഴിൽ അല്ലെ നിയമങ്ങളൊക്കെ ഒരു കുറച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്കൊരു സ്ഥാപനം ജസ്റ്റ് ഓടി വന്നൊന്ന് പെർമിഷനൊക്കെ കിട്ടണമെങ്കിൽ തന്നെ നമുക്കറിയാം ചില അല്ലെ നിയമവശങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് അതിന് പെർമിഷൻ ഒക്കെ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ റൂൾസ് അത് നയിച്ചുകൊണ്ട് പോകുന്ന റൂൾസുകൾ അത് ഏത് സ്ഥാപനമാണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അതിന്റെ സ്റ്റാർട്ടിങ്ങിന് നമുക്കറിയാം അതിന്റെ നിയമവശങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തൊഴിൽ നിയമങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെ, ആ നിയമങ്ങളെല്ലാം നല്ല നമ്മള് എന്താണോ പറഞ്ഞിരിക്കുന്നത്, ആ നിയമങ്ങളിൽ എന്താണോ അനുശാസിക്കുന്നത് ആ രീതിയിൽ ഒന്നിച്ചു പോകാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻ encompasses the rules governing employment together with the ways in which the rules are made and changed and their interpretation and administration. Okay, നമുക്കറിയാം ആ റൂൾസ് ചിലപ്പോൾ വേണമെങ്കിൽ നിയമങ്ങൾക്ക് ഭേദഗതികളൊക്കെ വരാം. ചിലതിന്റെ ആ ചേഞ്ചസ് അനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിയമങ്ങൾ എന്താണോ പറയുന്നത് അതിന്റെ ചേഞ്ചസ് അനുസരിച്ചിട്ട് അവിടെ എന്താണ് നമ്മള് നമ്മുടേതായിട്ടുള്ള രീതി, അതായത് ഓർഗനൈസേഷന്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ഗവേൺ ചെയ്ത് പോകുമ്പോൾ അല്ലെ. വ്യവസായ ബന്ധം എന്നത് തൊഴിൽ നിയമങ്ങളെ നിയന്ത്രിക്കുന്നത്, അത് പ്ലേഗിന്റെ നിയമനിർമ്മാണം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം അല്ലെ. ആ മാറ്റങ്ങൾ വരുന്നത് അനുസരിച്ചിട്ട് വ്യാഖ്യാനിച്ച് അതിനനുസരിച്ചിട്ടുള്ള റിലേഷൻഷിപ്പില് നമ്മൾ മാറ്റങ്ങൾ വരുത്തി അല്ലെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഭരണ നിർവഹണത്തില് നല്ല രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് എടുത്ത് പറയുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു എംപ്ലോയർ അല്ലെ, തൊഴിലുടമ ഉണ്ടാവും, തീർച്ചയായിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ ആ കേസ് നമുക്കറിയാം ഇത്രയും അംഗങ്ങൾ കൂടുതൽ എംപ്ലോയിക്ക് അല്ലെ അവിടെ ആ ഒരു സ്ഥാപനത്തിലുള്ള ജോലി അവസരങ്ങൾ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് പോകേണ്ടതുണ്ടാവും അല്ലെ. BF ഒക്കെ നമുക്ക് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് വരും, അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം ഫോളോ ചെയ്ത് പോകണമെങ്കിൽ എന്താണ് ഇൻ കേസ് അങ്ങനെ പോയില്ല എങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ റൂൾസിനോടൊപ്പം തന്നെ അല്ലെ നിയമത്തിനോടൊപ്പം തന്നെ അതിന്റെ ചേഞ്ചസിനോടൊപ്പം തന്നെ ചലിക്കാനായിട്ടുള്ള ഒരു ബന്ധം, ആ ഒരു ഗവേൺസ്, ആ ഒരു നിയമവശത്തോട് കൂടിയിട്ടുള്ള പോകുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ റോളാണ് ഇവിടെ ആരെടുത്ത് പറയുന്നത്, പ്രൊഫസർ പിള്ളേർക്ക് എടുത്ത് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് encompasses അത് വിപുലീകരിക്കുന്നത് റൂൾസ് ഗവേണിംഗ് എംപ്ലോയ്മെന്റ് ടുഗദർ വിത്ത് അല്ലെ. അവിടെ നിയമങ്ങളാണ് എംപ്ലോയ്മെന്റ് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നത്. which the rules are made and changed and their interpretation and administration. നമുക്കറിയാം അതിൽ ഭരണ നിർവഹണത്തിൽ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരാം, അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു പോകേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണോ? അപ്പൊ അതിലെ റൂൾസ് ബേസ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. Then according to Dale Yoder, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നോക്കാം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് or among employees and their organizations that characterize and grow out of employment. നമുക്കറിയാം അല്ലെ ഒരു സ്ഥാപനമാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തൊഴിലാളികൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം ആവശ്യമാണ്. അതേപോലെ തന്നെ ജീവനക്കാർ അല്ലെ അവരുടെ ഇടയിൽ നമുക്കറിയാം ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കൈകാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ യൂണിയനുകളൊക്കെ ഇടപെടാം, അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനിലൊക്കെ ഇടപെടാം. അപ്പൊ അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണോ അതിനോടൊപ്പം അല്ലെ ഉൾച്ചേർന്ന് പോകണമെന്നുള്ളതാണ് അക്കോർഡിംഗ് ടു ഡെയിൽ യോഡറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് അല്ലെ. അവിടെ തൊഴിലാളി ബന്ധത്തിനോടൊപ്പം തന്നെ നമുക്കറിയാം തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും അവിടെ നിലകൊള്ളുന്നത്. എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ് ഓക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനുകളായിട്ടൊക്കെ നിലകൊള്ളുന്നത്.
അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ദാറ്റ് ക്യാരക്ടറൈസ് ആൻഡ് ഗോ ഔട്ട് ദ എംപ്ലോയ്മെന്റ്. അപ്പൊ അവരൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ആ ഒരു സംഘടനകളും മാനേജ്മെന്റും തൊഴിലാളികളും തൊഴിലുടമയൊക്കെ ആയിട്ട് നല്ലൊരു അഭേദ്യ ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ അവിടെ കോൺഫ്ലിക്റ്റുകളൊന്നും തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓർഗനൈസേഷന് മൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കൺസിഡറേഷനിലാണ് അദ്ദേഹം ഇൻഡസ്ട്രിയൽ റിലേഷനെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിനെയാണ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ബന്ധത്തില് എന്താണ് ഡെയിലി ഓർഡറിന്റെ ബന്ധത്തിൽ ആരൊക്കെയാണ് പെടുന്നത്? മാനേജ്മെന്റും എംപ്ലോയിയും അതേമാതിരി തന്നെ എന്താണ് എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ അല്ലെ. മറ്റു ഓർഗനൈസേഷനുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ യൂണിയനും മറ്റ് എന്തെങ്കിലുമൊക്കെ ഓർഗനൈസേഷനുകളൊക്കെ ഉണ്ടാവാം. അതല്ലെങ്കിൽ നമുക്കറിയാം പുറത്ത് അല്ലെ നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റ് ഓർഗനൈസേഷനുകൾ ഉണ്ടാവാം. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്? ആ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? നമുക്ക് ലാസ്റ്റ് ഡെഫിനിഷനിലേക്ക് നോക്കാം. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡൺലപ്പ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കോംപ്ലക്സ് ഓഫ് their relations among workers, managers and government. അദ്ദേഹം 3 കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധത്തിനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? വർക്കേഴ്സും മാനേജേഴ്സ് അല്ലെ, തൊഴിലാളികളും അതേമാതിരി തന്നെ മാനേജേഴ്സും അതേമാതിരി തന്നെ ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തിനെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. നമുക്കറിയാം തീർച്ചയായിട്ടും ഗവൺമെന്റും തൊഴിലുടമയും തൊഴിലാളികളും അതേമാതിരി തന്നെ തൊഴിലുടമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഏതൊരു ഇൻഡസ്ട്രിക്കും ആവശ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എവിടെയും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അത് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ കൃത്യസമയത്തും കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തികളുടെയും ആ ഒരു ഇൻഡസ്ട്രി എന്ന റിലേഷനിൽ വിശേഷിപ്പിക്കുന്ന ആ ബന്ധത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ഡൺലപ്പിന്റെ അഭിപ്രായത്തിൽ 3 പേരുടെ കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്: വർക്കേഴ്സ്, മാനേജേഴ്സ് ആൻഡ് ഗവൺമെന്റ്. അതേസമയം ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തിൽ ആരാണ്? എംപ്ലോയീസ്, ആദ്യം തന്നെ എന്താ പറയുന്നത്? മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്, എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. ഓക്കെ, ക്ലൈന്റിന്റെ അഭിപ്രായത്തിൽ റൂൾസിനെയാണ് പ്രാധാന്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ILOന്റെ അഭിപ്രായത്തിൽ നമുക്കറിയാം അവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ എംപ്ലോയേഴ്സ്, വർക്കേഴ്സ് ഓർഗനൈസേഷന്, എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ഓക്യുപേഷൻ ഓർഗനൈസേഷൻ തംസെൽസ്. ഓക്കെ, ആ ഒരു രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിലുള്ള ബന്ധത്തിനാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് പുറത്തും ആ ഒരു വ്യവസായ സ്ഥാപനം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുന്ന ആ ബന്ധത്തിനെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓരോ വ്യക്തികളുടെ പേര് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അക്കോർഡിംഗ് ടു ILO, then according to Professor Clegg, then according to Daily Order, then Professor Dunlop. ജസ്റ്റ് ഒന്ന് നോക്കാം. Okay.
ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തില് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് or among employees and their organization that characteristics and grow out of environment. ആദ്യം തന്നെ മനസ്സിലാക്കുക മാനേജ്മെന്റും എംപ്ലോയീസും. അതായത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും മാനേജ്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പോ അവരും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധത്തിനെ അവിടെ വിശേഷിപ്പിക്കുന്നു. Then വീണ്ടും among employees and their organization that characteristics and grow out the environment. അതായത് ആ തൊഴിലിടത്തില് നമുക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് നിലകൊള്ളുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കാനായിട്ട് ആരെങ്കിലും നിലകൊള്ളേണ്ടതായിട്ട് വരും. വരില്ലേ? എനിക്ക് വരില്ലേ? അങ്ങനെ വേണ്ടി വരുമോ? അതായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ചിലപ്പോൾ തൊഴിലാളികൾക്ക് മാത്രം അല്ലെ ബന്ധപ്പെടുമ്പോൾ അവർക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ അവരെ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ തൊഴിലുടമ കേൾക്കണമെന്നില്ല. കുറച്ചും കൂടിയും ഒരു സപ്പോർട്ട് അല്ലെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനുകളൊക്കെ അങ്ങനെയാണ് ഇടപെടുന്നത്. അപ്പൊ അവരുടെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ട് വരുമ്പോൾ എന്താണ് അവർ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ അവിടെ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് എളുപ്പം സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ ദാറ്റ് ക്യാരക്ടറൈസേഴ്സ് ആൻഡ് ഗ്രോ ഔട്ട് എംപ്ലോയ്മെന്റ് അല്ലെ. അവിടെ തൊഴിലിന്റെ സവിശേഷത തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലിന്റെ സവിശേഷതയും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് അല്ലെ. അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് യൂണിയനുകൾ ഇടപെടുന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികൾ നന്നായിട്ട് മാക്സിമം നല്ല എഫോർട്ട് കൂടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാ പറയുന്നത് ക്യാരക്ടറൈസേഴ്സ് ആൻഡ് ഗ്രോ ഔട്ട് ദ എംപ്ലോയ്മെന്റ് അല്ലെ. തൊഴിലിടത്തില് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതിന്റെ സവിശേഷതകൾ അല്ലെ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന മറ്റു ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു ബന്ധം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ മാനേജ്മെന്റും എംപ്ലോയീസിനും എടുത്തു പറയുന്നു. ദെൻ എന്താണ് എംപ്ലോയീസ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ ദാറ്റ് ക്യാരക്ടറൈസേഴ്സ് ആൻഡ് ഗ്രോ ഔട്ട് ദ എംപ്ലോയ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തില് ഓക്കെ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് മാനേജ്മെന്റും then അതേപോലെ തന്നെ തൊഴിലാളികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ആ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. അതായത് അവിടെ ഒരു സ്ട്രൈക്കും ലോക്കൗട്ടും ഇല്ലാതെ തൊഴിലാളികൾ ഇറങ്ങിപ്പോകുന്നതിന് പകരം തൊഴിലാളികളുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയിരിക്കാനായിട്ട് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് അല്ലെ മറ്റു ഓർഗനൈസേഷന്റെ ചിലപ്പോൾ ഒരു സഹായങ്ങളൊക്കെ വേണ്ടി വരാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവരൊക്കെയായിട്ട് നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിച്ചിരിക്കണം എന്നുള്ളതാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്, ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഏതെങ്കിലും വേറെ ഏതെങ്കിലും പരിശീലനം ബൈഹാർട്ട് പഠിക്കേണ്ട, പക്ഷെ മനസ്സിലാക്കി വെക്കാം ആര് അല്ലെ ഓരോരുത്തരും എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ റിലേഷൻഷിപ്പിന് എങ്ങനെയാണ് ആരൊക്കെയാണ് അതില് പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നേച്ചർ ഓഫ് എംപ്ലോയർ റിലേഷൻസ്. ഓക്കെ, ദ നേച്ചർ ഓഫ് എംപ്ലോയർ റിലേഷൻസ് ഇൻക്ലൂഡ്സ് അല്ലെ. അവിടെ നമുക്കറിയാം അതിന്റെ സവിശേഷതകൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ സവിശേഷതകളാണ് പറയുന്നത്. നമുക്ക് അതിന്റെ ഫസ്റ്റ് വൺ പറയുന്നത് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ. അവിടെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ദാറ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡെവലപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഈസ് നോട്ട് എ സിമ്പിൾ ആൻഡ് ആൻ ഈസി വൺ. ഓക്കെ, നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനൊരു നല്ല ബന്ധം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. തീർച്ചയായിട്ടും തൊഴിലുടമ ഇച്ചിരി സ്വാതന്ത്ര്യം കൊടുത്താൽ ചിലപ്പോഴാണെങ്കിൽ തൊഴിലാളികൾ അത് മിസ്യൂസ് ചെയ്യും. എന്നാൽ തൊഴിലുടമ ഭയങ്കര കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ തന്നെ അവിടെ തൊഴിലാളികൾ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരും അല്ലെ. അപ്പൊ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊരു ബന്ധം അവിടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്.
തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ, അതായത് എംപ്ലോയറും എംപ്ലോയും തമ്മിൽ വളരെ നോക്കുമ്പോൾ വളരെ ഈസിയാണെന്ന് തോന്നും ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. പക്ഷെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് തന്നെയായിരിക്കണം ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഇപ്പൊ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി an art of living together to fulfill the common objective of a production, productive, effectively, individual welfare and industrial growth. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ, ഒരു സ്ഥാപനം ആവുമ്പോൾ അത് തീർച്ചയായിട്ടും നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെയുള്ളവർ തമ്മിൽ നല്ലൊരു ബന്ധം വേണം അല്ലെ. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനെ വരുമ്പോൾ നല്ലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ്, അത് നല്ല ഫലപ്രദമായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ അവിടെ ഓരോരുത്തരുടെയും ക്ഷേമം അല്ലെ. ഈ കേസ് നല്ലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ എന്താണ്, അവിടെ തൊഴിലാളികളുടെ കാര്യങ്ങൾ, തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും തൊഴിലുടമ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതേമാതിരി തന്നെ തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ചിട്ടുള്ള റിട്ടേൺ നേടിക്കൊടുക്കാനായിട്ട് തൊഴിലാളികളും ഹാർഡ് വർക്ക് ചെയ്യും ഇല്ലേ. ഇരുകൂട്ടരും അവരുടേതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവിടെ ഉണ്ടാവില്ലേ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഇല്ലേ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ഇതൊരു ആർട്ടാണ് അല്ലെ, ഒരു തരം കലയാണ്. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും തൊഴിലുടമ അവർക്ക് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എയിം ഉണ്ട് അല്ലെ. അതേമാതിരി തന്നെ തൊഴിലുടമയിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, തൊഴിലാളികൾക്കും നമ്മുടെ എന്താണ് ഓണർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവിടെ ഫീൽ ചെയ്യും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ആർട്ട് ഓഫ് ലിവിങ് ടുഗദർ ടു ഫുൾഫിൽ ദ കോമൺ ഒബ്ജക്റ്റീവ്സ് അല്ലെ. അവിടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ് അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. Then of a production, productive, effectively, individual welfare and industrial growth. അങ്ങനെ എന്താണ് ആ വ്യവസായത്തിന്റെ വളർച്ച അല്ലെ. നല്ല ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ അവിടെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അത് വ്യവസായം വളർന്നു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. Then it is necessary for the organization to maintain coordinate industrial relations in order to build a healthy behavior, conducive working environment, easy working procedure, etc. ഓക്കെ, അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ നല്ലൊരു അല്ലെ അന്തരീക്ഷം കെട്ടിപ്പറക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു അല്ലെ നല്ല ആരോഗ്യപരമായിട്ട് നല്ലൊരു പെരുമാറ്റ ശൈലിയായിരിക്കാം ഉണ്ടായിരിക്കേണ്ടത്. അതേമാതിരി തന്നെ വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ, അവരെ കൊണ്ട് തൊഴിലാളികളെ കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടേറിയ ഒരു ജോലി ചെയ്യിപ്പിക്കാനല്ല അവസരം നോക്കേണ്ടത്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെ ഉള്ള സമയത്തിൽ അവർ ജോലി ചെയ്യാനായിട്ട് അനുയോജ്യമായ ഒരു വർക്കിംഗ് കണ്ടീഷനൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. അതേമാതിരി തന്നെ ഈസി വർക്കിംഗ് പ്രൊസീജിയർ അല്ലെ, അതികഠിനമായിട്ടുള്ള രീതിയിലൊന്നും വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് എല്ലാ ഓർഗനൈസേഷനും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് പണിയെടുപ്പിക്കാതെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വർക്കിംഗ് കണ്ടീഷനും അതേമാതിരി തന്നെ വർക്കിംഗ് പ്രൊസീജിയേഴ്സും അല്ലെ തൊഴിൽ ചെയ്യുന്ന ആ ഒരു നടപടിക്രമങ്ങളൊക്കെ ഈസി ആയിട്ടൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരെ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ ടു മെയിൻറ്റെയിൻ അല്ലെ, അവിടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അവർക്ക് വേണ്ടിയിട്ട് തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മതിയായ വർക്കിംഗ് കണ്ടീഷനും മതിയായ നല്ല ഈസി വർക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. തിരിച്ചും അവരെന്ത് ചെയ്യും, അപ്പോ എംപ്ലോയറുടെ ഉദ്ദേശം അനുസരിച്ചിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. സോ അതൊരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ് ഫസ്റ്റ്ലി പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ ഒരു ആർട്ട് രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ തന്നെ മിസ്യൂസ് ചെയ്യാനും പാടില്ല, എന്നാൽ എന്താണ് അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ വേണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലെ, കോംപ്ലക്സ് റിലേഷൻഷിപ്പ്. ഇതിന്റെയൊക്കെ ഹെഡിങ് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. അതായത് മിക്കവാറും ഓരോ ഭാഗങ്ങളിലാണെങ്കിലും ഒബ്ജക്റ്റീവ്സ്, നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും മിക്കവാറും അല്ലെ. നമുക്കാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല അല്ലെ, എല്ലാം എന്താണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സോ അതുകൊണ്ട് തന്നെ എന്താണ് വൺ വേർഡ് ഇതായതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാത്തിന്റെയും ഹെഡിങ്ങുകൾ പഠിച്ചു വെക്കുക. നേച്ചർ ഓഫ് എംപ്ലോയർ റിലേഷൻസിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഫസ്റ്റ് വേണം പറയുന്നത് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ?
ഓക്കെ, മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കാം കേട്ടോ, കാരണം നമ്മള് കാണില്ല, നിങ്ങൾ തമ്പയക്കുന്നുണ്ടാവും, നമ്മൾ എന്താ പറയുക ഇത് പ്രസന്റ് ചെയ്യുന്ന കാരണം കൊണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, സഹകരണം അല്ലെ, അവിടെ സഹകരണം വേണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. നല്ല സഹകരണം ഉണ്ടെങ്കിൽ എന്താണ് തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് is considered to be fusion of a corporation and a conflict. ഓക്കെ, നമുക്കറിയാം എന്താണ് സഹകരണത്തിന്റെയും ഒരു തർക്കങ്ങളുടെയും ഒരു അല്ലെ ഫ്യൂഷൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം വലിയ വലിയ കമ്പനിയൊക്കെ ആവുമ്പോൾ എന്തായാലും നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Though the organization's objective is always to gain employees corporation അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ലക്ഷ്യമിടുന്നത് നല്ല സഹകരണത്തോടു കൂടി പോകണമെന്ന് തന്നെയായിരിക്കും അല്ലെ. ഡിഗ്രി ഓഫ് കോൺഫ്ലിക്ട് ഈസ് എവർ പ്രസന്റ്. The reasons behind this might be okay in case നമുക്കറിയാം ഈ ഓർഗനൈസേഷനിൽ തർക്കങ്ങൾ വരാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ പല സാധ്യതകളും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Firstly, labor and management are two groups which are present in every organization. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു, അതേപോലെ തന്നെ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും നിലകൊള്ളുന്നത്. അപ്പൊ ലേബർ ആൻഡ് മാനേജ്മെന്റ് ആർ ടു ഗ്രൂപ്പ് വിച്ച് ആർ പ്രസന്റ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെയായിരിക്കും. They usually have different perspective and perception of their interest and develop a negative thinking about each other. ഓക്കെ, തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമ എന്തെങ്കിലുമൊക്കെ അല്ലെ പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ഇറക്കുമ്പോൾ എന്താണ് തൊഴിലാളികൾ എന്തെങ്കിലുമൊക്കെ ലുക്ക് ഹോൾസ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു തന്ത്രങ്ങളും സ്ട്രാറ്റജീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഈ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു വിഷയത്തിലൂടെ ആയിരിക്കുള്ളൂ അവർ ഓരോ നിയമങ്ങളും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം മാനേജ്മെന്റ് ആർക്ക് ഫേവറബിൾ ആയിട്ടാ പ്രവർത്തിക്കുള്ളൂ, ആർക്ക് അനുകൂലമായിട്ടായിരിക്കും മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്, ആർക്കായിരിക്കും, എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണോ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണോ? മാനേജ്മെന്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും? എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും മാനേജേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എംപ്ലോയിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എംപ്ലോയി എന്ത് ചെയ്യും, ഓക്കെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അല്ലെ ഒരു എന്തെങ്കിലും തന്ത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും കോഴ്സ് ഒക്കെ ഇറക്കുന്നത് എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി ആയിരിക്കും എല്ലായ്പ്പോഴും തൊഴിലാളികളുടെ ഇടയിൽ ഉണ്ടാകുന്നത്. Organizations usually do not have proper guidelines or rules to set their limits in order to fulfill their goals. മിക്കവാറും നമുക്കറിയാം പുതിയ പുതിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഒന്നും ഉണ്ടാവില്ല, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്ത് പോകണമെന്നും അല്ലെ. അവര് പതിയെ പതിയെ വീക്ഷണത്തിലൂടെയും ഓരോരോ പ്രാക്ടിക്കലി ആയിരിക്കും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. Due to lack of norms, both groups go to any extent and even try to justify their actions. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് തൊഴിലുടമയും അവര് അല്ലെ മാനേജ്മെന്റ് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അതേമാതിരി തന്നെ തൊഴിലാളികളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെ. അവര് എന്താണ് ചില കാര്യങ്ങളൊക്കെ നീതീകരിക്കാനായിട്ട് ശ്രമിക്കും. കാരണം കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ അവർക്ക് വർക്ക് കൂടുതലാണെന്നോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ന്യായീകരണത്താലായിട്ട് തൊഴിലാളികൾ വരുമ്പോൾ തൊഴിലുടമയാണെങ്കിൽ നമ്മൾ ഇത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ ആ മാനേജ്മെന്റ് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് ഒക്കെ ഇങ്ങനെയാണ്, അങ്ങനെ അവരുടേതായിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇരുകൂട്ടരും അവരുടെ ഭാഗങ്ങൾ നീതീകരിക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും അവര് നിലപാടുകൾ ഇറക്കുന്നത്. സെക്കൻഡ് വണ്ണിൽ നമ്മൾ കണ്ട ഓക്കെ അവർ ജസ്റ്റിഫൈ ചെയ്യും, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. When the groups come together for negotiation, some past beginners crops up apart from the present distrust and hinders the negotiation process. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് സാധാരണ കോൺഫറൻസുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. ഇങ്ങനെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താണ് അവരുടെ പാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കയ്പ് തന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ പുറത്തുവരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമുക്കറിയാം പുതിയ ഒരു പുതിയ ബിസിനസ് ഒക്കെ ആകുമ്പോൾ എന്താണ് അവർക്ക് ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്, അതിന്റെ റിപ്പോർട്ട് ബേസിലൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ
അവരെന്താണ് മീറ്റിംഗിൽ പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. സോ പ്രോസസ് എന്ന് പറയുന്നത്, ഈ നെഗോഷിയേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് റീച്ച് എ ജോയിന്റ് ഡിസിഷൻ, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ തന്നെ അവസാനിച്ചു പോകും അല്ലെ. അത് ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ പോകും. കാരണം നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ എല്ലാത്തിനും ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ industrial relations are concerned with the formation and observance of a multifaceted association between the labor and union in an organization. These relations can either be in organized or unorganized forms. Okay, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് നേരത്തെ കൂട്ടി അല്ലെ, അവർ ചിലപ്പോൾ വേണമെങ്കിൽ ചില യൂണിയനുകളൊക്കെ മുന്നിട്ട് വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കരുതി കൂട്ടി നേരത്തെ കൊണ്ടല്ലേ എന്തെങ്കിലും പ്രോബ്ലംസ് വരുത്തണം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതായിരിക്കാം. അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു ടൈമിൽ ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു നെഗോഷിയേഷനൊക്കെ ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ തന്നെ ചിലപ്പോൾ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്താണ് സഹകരണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സഹകരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, അവിടെ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം മാനേജ്മെന്റും അതേമാതിരി തന്നെ എന്താണ് എംപ്ലോയേഴ്സ് അല്ലെ, അവിടെയുള്ള തൊഴിലാളികൾ തമ്മിലായിട്ടായിരിക്കും മിക്കവാറും തർക്കങ്ങൾ ഉണ്ടാവാം. കാരണം ഇവരെ അല്ലെ എംപ്ലോയീസിന്റെ മൈൻഡിൽ എപ്പോഴും മാനേജ്മെന്റ് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് എന്നുള്ളൊരു മനോഭാവമായിരിക്കും എപ്പോഴും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെയല്ലേ, ഒന്ന് വായിച്ചു നോക്കാം. 4 പോയിന്റ്സ് അവിടെ എടുത്ത് പറയുന്നുണ്ട്. എല്ലാ ഓർഗനൈസേഷനിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ഇന്റർ ഡിസിപ്ലിനറി. അടുത്ത ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ബഹുമുഖ സ്വഭാവമാണ് അതിനുള്ളത്. എന്താണ് അങ്ങനെ ഒരു സ്വഭാവം എന്നുള്ളത് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്യാൻ ബി കോൾഡ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. ഓക്കെ, അതിൽ നമുക്ക് വേണമെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് എന്ന് വിളിക്കാം, മേഖല എന്ന് വിളിക്കാം. This is because it is not a fusion of multiple disciplines, rather it draws it components from various fields like sociology, law, economics, psychology, political science, etc. ഓക്കെ, നമുക്ക് അറിയാം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം വേണം. സൈക്കോളജിക്കലായിട്ട് അല്ലെ ഇവിടെ നമ്മുടെ ഓരോ ഹ്യൂമൻ ബീയിങ് അവിടെയുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് വ്യത്യസ്ത പെരുമാറ്റ രീതിയും വ്യത്യസ്ത അവരുടെ മാനസികമായിട്ടൊക്കെ വ്യത്യസ്ത രീതികളായിരിക്കും അവർക്കുണ്ടാവുക. അതേമാതിരി തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയമായിട്ടുള്ള പല സ്വാധീനങ്ങളും ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പലതരത്തിലും എന്താണ് സോഷ്യോളജി ആണെങ്കിൽ സാമൂഹ്യപരമായിട്ടും നിയമപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൈക്കോളജി പരമായിട്ടും പൊളിറ്റിക്കൽ സയൻസ് അല്ലെ രാഷ്ട്രീയപരമായിട്ടും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബന്ധം അത് ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം
നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതൊരു അല്ലെ ആ ഒരു സമൂഹത്തിൽ ആ ഒരു സാമ്പത്തിക അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു അല്ലെ ഒരു വ്യവസായ സംരംഭം. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇതിനെയും എഫക്ട് ചെയ്യും, ആ ഒരു വ്യവസായത്തിനെയും ബാധിക്കും ഇല്ലേ, ബാധിക്കാൻ സാധ്യതയില്ലേ? ഗവൺമെന്റ് മാറുന്നതനുസരിച്ചിട്ട് തന്നെ ചിലപ്പോൾ ആണെങ്കിൽ ചില രാജ്യങ്ങളിൽ തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മളുടെ ഇൻഡസ്ട്രി എങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മറ്റു അവിടുത്തെ ഒരു രാഷ്ട്രീയ തരംഗത്തിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് അല്ലെ ആ റോ മെറ്റീരിയൽസ് കയറ്റുമതി ചെയ്യണ്ട എന്നുള്ളൊരു ബാർഗെയിൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നിങ്ങളുടെ ഇറക്കുമതിയിലെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ രാഷ്ട്രീയപരമായിട്ടും എല്ലാം തന്നെ ഈ ഇൻഡസ്ട്രീനെ ബാധിക്കുന്നുണ്ട്. സോ എല്ലാ തരത്തിലും സാമ്പത്തികപരമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യോളജിയിലോ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞ് അല്ലെ അമെൻമെന്റ്സുകളൊക്കെ ഭേദഗതികളൊക്കെ വരുന്നതനുസരിച്ചിട്ട് മാറി വരുന്നു. അപ്പൊ അതെല്ലാം തന്നെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. Hence, in a wider perspective, industrial relations is an interdisciplinary area that includes the study of various characteristics of individuals and workplace. ഓക്കെ, ഇതിന്റെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള തൊഴിലാളികളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെ അവരുടെ സവിശേഷമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഒരാളുടെ അതേപോലെ തന്നെയുള്ള ഒരു പെരുമാറ്റ ശൈലി ആയിരിക്കില്ല മറ്റൊരാൾക്ക് അല്ലെ, വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ലേ? ശരിയല്ലേ? നമുക്ക് എന്താ പറയാ, ഞാൻ മാത്രം പറഞ്ഞു പോകുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് ഒന്നിച്ച് മൂവ് ചെയ്യുന്നതാണ് അല്ലെ. വ്യത്യസ്തമായിരിക്കില്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഓരോ പീപ്പിൾസും വ്യത്യസ്തമായിരിക്കും അല്ലെ, വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. സോ നോക്കാം, ദിസ് കമ്പാരിസൺ ഓഫ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് who may or may not form a union or association, the attitude of the union, organization and employer, the public policy or a legal framework, ruling terms of employment, the economic of the employment issues. Okay, അതങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിൽ തന്നെ വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വ്യത്യസ്തമായിരിക്കും അല്ലെ. അതേമാതിരി തന്നെ അവർ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് നമ്മൾ എടുത്തു പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വ്യത്യസ്ത യൂണിയനിലായിരിക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. എല്ലാവരും തന്നെ ഒരേ യൂണിയനിൽ തന്നെ മെമ്പേഴ്സ് ആയിരിക്കുമോ? വ്യത്യസ്ത രാഷ്ട്രീയ ശൈലികളായിരിക്കും ഓരോരുത്തർക്കും, വ്യത്യസ്ത യൂണിയനുകളിലായിരിക്കും അവർ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത് അല്ലെ. വ്യത്യാസങ്ങളില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാം തന്നെ വ്യത്യസ്തതയുണ്ട് അല്ലെ. ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവങ്ങളിൽ വ്യത്യസ്തതയുണ്ട്, അതായത് യൂണിയന്റെ മനോഭാവങ്ങളിലൊക്കെ വ്യത്യസ്തതയുണ്ട്. പബ്ലിക് പോളിസി ഒരു ലീഗൽ ഫ്രെയിംവർക്ക്, റൂളിംഗ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, നമുക്ക് തീർച്ചയായിട്ടും അറിയാം പലതരത്തിലുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്. ആ നിയമവശങ്ങളിലൊക്കെ നമ്മൾ പാലിച്ചു പോകേണ്ടത്, നമ്മുടെ ഇൻഡസ്ട്രിയും ഫോളോ ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ എന്താണ് എക്കണോമിക് ഓഫ് എംപ്ലോയ്മെന്റ് ഇഷ്യൂസ് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള രീതി നോക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ടുള്ള പല വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഈവൻ ദ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സിസ്റ്റംസ് ഇൻ വേരിയസ് കൺട്രീസ് ഓവർ വേരിയസ് ടൈം സോൺസ്. ഓക്കെ, നമുക്കറിയാം ഓരോ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം നമ്മുടെ ഇൻഡസ്ട്രി അതിന്റെയും ഒരു ഭാഗമാകേണ്ടതുണ്ട്. കാരണം ഒരു റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും ഒന്നിച്ച് മൂവ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എല്ലാം വ്യത്യസ്തങ്ങളാണ് അല്ലെ, എല്ലാം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രീനെ എന്താണ് സാമ്പത്തിക വശമായിട്ടുള്ള സ്വാധീനവുമുണ്ട്, അതേമാതിരി സാമൂഹിക വശങ്ങളുടെ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട് അല്ലെ. എല്ലാ തരത്തിലുള്ള സ്വാധീനം കൂടി സമ്മിശ്രമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അത് എന്താ പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്റർഡിസിപ്ലിനറി, അതായത് ഇന്റർഡിസിപ്ലിനറി ആണെന്നുള്ളത് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇന്റർഡിസിപ്ലിനറി ഫീൽഡ് ആണ് അല്ലെ, അത് ബഹുമുഖ സ്വഭാവമുള്ള ഒരു മേഖലയാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. An integrated interdisciplinary approach help one to know industrial relations as an area that consists of different subjects such as the grievance redressal, collective bargaining, pay fixation, employee benefits, the quality of work life, then state labor policy, industrial complex, etc. ഓക്കെ, അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും അല്ലെ, പല സമീപനങ്ങളും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. തീർച്ചയായിട്ടും എല്ലായിടത്തും പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ സഹകരിച്ച് മുന്നേറേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രീവൻസ് റിഡ്രസൽ അല്ലെ, പരാതികൾക്ക് പരിഹാരങ്ങൾ എല്ലാത്തിനും കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം തീർച്ചയായിട്ടും
കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ എല്ലായിടത്തും അല്ലെ, തൊഴിലാളികളുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ തൊഴിലുടമ അവർക്ക് വേണ്ടിയിട്ട് അനുകൂല നടപടികളൊന്നും എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവര് ബാർഗെയിൻ ചെയ്യും അല്ലെ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് വിലപേശി തന്നെ ചിലപ്പോൾ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ തന്നെ സമരവും സ്ട്രൈക്കൊക്കെ ചെയ്ത് അവര് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കും. പേയുടെ ഫിക്സേഷൻ അല്ലെ, അവരുടെ കൃത്യമായിട്ടുള്ള പേ കിട്ടിയില്ലെങ്കിൽ അവര് ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് തന്നെ കൂലി കിട്ടിയില്ലെങ്കിൽ അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവര് ഒന്നിച്ചൊറ്റക്കെട്ടായിട്ടൊക്കെ പ്രവർത്തിക്കും. മറ്റു തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും. പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് അല്ലെ, അവിടെ നല്ല അല്ലെ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു തൊഴിലാളിയും ജോലിക്ക് പോകുന്ന എന്താണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് അപ്പൊ ഉണ്ടാവുന്ന കോൺഫ്ലിക്ട്സുകളൊക്കെ പരിഹരിച്ചു പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് പെടാനായിട്ട് സാധ്യതയുണ്ട്, ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവമുള്ള ഒരു സാധ്യതയാണ്. അതായത് ബഹുമുഖ അല്ലെ സ്വഭാവമുള്ള ഒരു മേഖല കവർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ഓക്കെയാണോ? ഈ ഇന്റർ ഡിസിപ്ലിനറി മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് അതിൽ ഇന്റർ ഡിസിപ്ലിനറി റിലേഷൻ എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. കാരണം അതെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ആ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളൊരു വ്യവസായ സ്ഥാപനം എന്നതിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോയാൽ മാത്രമാണ് കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ണോ? ഒരു നേച്ചറും കൂടിയുണ്ട്, നമുക്കതുകൂടി നോക്കാം. എന്താണ് മൾട്ടി ഡയമെൻഷൻ നേച്ചർ. എന്താണ് മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഇതേമാതിരി തന്നെ അല്ലെ, അവിടെ നമ്മള് അതിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിനേക്കാൾ ഉപരി എന്താണ് അതിന്റെ അവരുടെ സ്വഭാവത്തിന് ഇത്തിരി കൂടി വ്യത്യസ്തത ഉൾപ്പെടുന്നതാണ് നോക്കാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡു നോട്ട് ഓപ്പറേറ്റ് purposefully, rather it multi-dimensional in nature and affected by several factors, vice versa, institutional, economic and technological factors, etc. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ ബന്ധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് പറഞ്ഞോളാം, ഇപ്പോ നമ്മൾ പറഞ്ഞ ജസ്റ്റ് പറഞ്ഞ അല്ലെ ആ ഒരു സാമൂഹികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിനേക്കാൾ അപ്പുറം എന്താണ് സാമ്പത്തികമായിട്ടുള്ള വിവിധ മേഖലകളുണ്ട് അല്ലെ, അവിടെ ആ മേഖലകളൊക്കെ തന്നെ കവർ ചെയ്യണം. അതേമാതിരി തന്നെ ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ വ്യവസായം, ഇൻ കേസ് ചിലപ്പോൾ നമ്മുടെ വ്യവസായം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരിക്കുന്ന ടെക്നോളജി ആയിരിക്കില്ല ഇപ്പൊ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ മുന്നേറണം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ മറ്റു കൺട്രികളുടെ സപ്പോർട്ടും മറ്റു കൺട്രികളിൽ നിന്ന് അല്ലെ നമ്മുടെ സാമ്പത്തിക സഹായങ്ങളൊക്കെ തേടേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ സോ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു മൾട്ടി ഡയമെൻഷണൽ സ്വഭാവമുണ്ട് അല്ലെ, ഇത് മാറിക്കൊണ്ടിരിക്കാനായിട്ടുള്ള ഒരു സ്വഭാവം ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ റിലേഷൻഷിപ്പ് അതിനനുസരിച്ചിട്ട് ഭേദഗതി ചെയ്യുന്നു അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ എന്താണ് റിലേഷൻഷിപ്പ് അഫക്റ്റഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്, അതിനെ ആ പല കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ, എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്നാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. ഇപ്പോ എന്താണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്നൊക്കെ ഉള്ളത് അന്നത്തെ പഠിക്കുമ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും പഠിച്ചു കവർ ചെയ്ത് പോകോളും. അപ്പൊ മനസ്സിലാക്കി വെക്കുക എന്താണ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് അതുകൊണ്ട് മാത്രം ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പില് അവസാനിക്കാനായിട്ട് സാധിക്കില്ല. വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെ, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരുമെന്നുള്ളത്. ഓക്കെ, ഓക്കെയാണോ? നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പർപ്പസിൽ പോകാനായിട്ട് പറ്റില്ല. മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലെ. ഓരോ ഇൻഡസ്ട്രിക്ക് ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. കാരണം റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യേണ്ടത് വരുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്.
ഓക്കെ, അപ്പൊ ആ ഒരു നേച്ചർ, റിലേഷൻഷിപ്പിന്റെ ആ നേച്ചർ മനസ്സിലാക്കുക. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നേച്ചർ, സ്വഭാവങ്ങളുണ്ട്. അതായത് അതൊരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മൾ ആദ്യം കണ്ടു അല്ലെ. അതില് തീർച്ചയായിട്ടും നമുക്കറിയാം പെട്ടെന്ന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റില്ല അല്ലെ. തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്കും ഒരുപോലെ സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അത് മാത്രം തന്നെയല്ല, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് അല്ലെ. അവരെ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരുപാട് തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എപ്പോഴും അവരവരുടേതായിട്ടുള്ള നിലപാടുകളായിരിക്കും. തൊഴിലുടമയുടേതായിട്ടുള്ള നിലപാടുകളാണെങ്കിൽ തൊഴിലാളികൾക്ക് എപ്പോഴും തൊഴിലാളികളുടേതായിട്ടുള്ള രീതികളായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അസോസിയേഷനും എന്തെങ്കിലും യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഓരോ തൊഴിലാളികളും വ്യത്യസ്ത മനോഭാവവും വ്യത്യസ്ത നേച്ചറും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. സോ ഇൻഡിവിജ്വലി അവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളും അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭേദഗതികൾ ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ ആ പോളിസികൾ അല്ലെ, അവിടെ സ്റ്റേറ്റ് ലേബർ പോളിസികൾ, ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, ഇതിലെല്ലാം തന്നെ നമുക്ക് വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് തന്നെ ആ ഇൻഡസ്ട്രി മൂവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഫാക്ടേഴ്സിന് ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാമ്പത്തിക വശങ്ങളിലും അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ ഇത് അഫക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ റിലേഷൻഷിപ്പില് ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സ്വഭാവം, ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു നേച്ചറിന്റെ കാര്യം ഓക്കെ അല്ലേ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു, നല്ല ബന്ധം അവിടെ വെച്ച് പുലർത്തി പോകണം എങ്കിൽ മാത്രമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ബന്ധം എല്ലാ തരത്തിലുള്ള ബന്ധത്തിനെ അല്ലെ അത് ഒന്നിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രി മൂവ് ചെയ്താൽ മാത്രമാണ് അത് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു വിശാലമായ വ്യാപ്തിയാണെന്ന് നമുക്ക് ആ നേച്ചറിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. നമുക്ക് അത് സ്കോപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് comprises എന്താണ് all sorts of relations in an industry like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു അല്ലെ വ്യവസായത്തിന്റെ ആ ഒരു നല്ല അല്ലെ ജനാധിപത്യം എന്നൊക്കെയുള്ള രീതിയിൽ വീക്ഷിക്കുന്ന എന്താണ്, വ്യവസായത്തിൽ ആരൊക്കെ പെടുന്നുണ്ടോ അവരുടെ എല്ലാത്തവരുടെയും അല്ലെ ആഗ്രഹങ്ങള്, ഇൻഡസ്ട്രികള്, താല്പര്യങ്ങള് അവിടെ മാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യത്തോടു കൂടിയിട്ടും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, അതേപോലെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലൊക്കെ നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അത് ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ചു കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ വ്യാപ്തി എന്ന് പറയുന്ന ഒരു വിശാലമായ വ്യാപ്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ കവർ ചെയ്ത് പോകണം. നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് നല്ല ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഐക്യത്തോടുകൂടി പോകുന്നതെന്ന് പറയാൻ എളുപ്പമായിരിക്കും. ഫ്രണ്ട്ലി നേച്ചറോട് കൂടിയിട്ട് തൊഴിലുടമയും തൊഴിലാളികളും അല്ലെങ്കിൽ മാനേജ്മെന്റ് തൊഴിലാളികൾ വർദ്ധിക്കുമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ചില ടെക്നിക്കൽ ആയിട്ടുള്ള രീതികൾ കൈകാര്യം ചെയ്ത് മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, in any industry the workers who work with each other not only influence work relations but also influence the social, economic, political, professional and moral lives for individuals doing jobs at various organizations. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഏത് തൊഴിലാളികളാണെങ്കിലും അല്ലെ അവർക്ക് പലതരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട് അല്ലെ. അത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെ, തീർച്ചയായിട്ടും ചിലപ്പോ അവരുടെ പ്രൊഫഷണലായിട്ട് ചില ക്രിമിനൽസ് ആയിട്ടുള്ള ഒരു കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫഷനെ മാനിച്ചുകൊണ്ട് അവര് ചിലപ്പോൾ വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള മാനസിക പരിഗണന അത് തന്നെ അല്ലെ അവർ പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും അത് അവരുടേതായിട്ടുള്ള ഒരു അല്ലെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്ന, അതേസമയം അവർക്ക് ലീഗലി ചില നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇന്ന വ്യക്തികള് ക്രിമിനൽ കേസുള്ള വ്യക്തികളെ ചിലപ്പോൾ ആണെങ്കിൽ കൊണ്ടു വരുന്നു കഴിഞ്ഞാൽ അവരെ അല്ലെ അവിടെ ലീഗലി ചില നടപടികൾക്ക് ശേഷമായിരിക്കും അവിടെ ആ വ്യക്തികളെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളും അവിടെയുണ്ട് അല്ലെ. പ്രൊഫഷണലി അവര് നേടിയിരിക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു വശമുണ്ട്, ഒപ്പം തന്നെ ലീഗൽ ആയിട്ടുള്ള വശമുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒത്തൊരുമിച്ച് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും
അവിടെ പലതരത്തിലുള്ള അല്ലെ വീക്ഷണ കോണുകൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പ്രൊഫഷണൽ ആൻഡ് മോറൽ അല്ലെ ലിവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഡൂയിങ് ജോബ്. അവര് ജോലി ചെയ്യുമ്പോൾ ഈ സ്വാധീനങ്ങളെല്ലാം തന്നെ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മൂവ് ചെയ്ത് പോവേണ്ടത് അല്ലെ. ആൻഡ് ഈ ഇൻഡസ്ട്രി ഇസ് എ സ്മോൾ സോഷ്യൽ യൂണിവേഴ്സ് ഇൻ ഇറ്റ്സെൽഫ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സാമൂഹിക ലോകം അതിൻ്റെതായ രീതിയിൽ തന്നെയുണ്ട്. ആ ഒരു വ്യവസായം എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താണ് അവിടെ തൊഴിലാളി തൊഴിലുടമയും വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവിടെ ഒരു നല്ലൊരു വലിയൊരു ലോകം തന്നെ അവിടെ ഉണ്ട് അല്ലെ. അതിൻ്റെതായിട്ടുള്ളൊരു ലോകം അതിൽ ഉണ്ട് എന്നുള്ളതാണ്. കറന്റ്ലി ദ സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് കംപ്രൈസ് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്സ് നോക്കാം. ആ സ്കോപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പോയിന്റ്സുകൾ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് is also known as a participatory management or a participative decision making or employee involvement. പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പങ്കാളിത്തം അല്ലെ, പങ്കാളിത്തമുള്ള ഒരു മാനേജ്മെന്റ് എന്നാണ് അവിടെ അല്ലെ ഡെഫിനറ്റ്ലി എടുത്ത് പറയുന്നത്. ഒക്കെ അതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടാം. ഇതുകൊണ്ടാണ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അതായത് it involves employees in the process of a decision making of the organization by contributing in actions such as forming work schedule, goal setting and giving ideas or suggestions. Okay, നമ്മളിപ്പോ ഒരു ഇൻഡസ്ട്രി ആവുമ്പോൾ പലതരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്ക് മാത്രം ഇൻവോൾവ് ചെയ്തല്ലേ അവിടെ പങ്കാളിയായിട്ട് മാനേജ്മെന്റിന് അല്ലെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് മാനേജ്മെന്റിന് ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷെ തൊഴിലാളികളും കൂടെ അല്ലെ ഒരു സാന്നിധ്യത്തിൽ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അതിനെന്തെങ്കിലും മെച്ചം ഉണ്ടാവുമോ? ചോദിച്ചത് ക്ലിയർ ആയാലും തോന്നുന്നു. അതായത് ഒരു തീരുമാനം അല്ലെ ഒരു ഓർഗനൈസേഷന് തൊഴിലാളികളെ ഉൾപ്പെടുത്താതെ വേണമെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാം. പക്ഷെ തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിയും തീരുമാനങ്ങൾ എടുക്കാം. അപ്പൊ തൊഴിലാളികളെ ഉൾപ്പെടുത്തി തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്, തൊഴിലാളികളെ ഉൾപ്പെടുത്താതെ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഏതായിരിക്കും ബെറ്റർ? എംപ്ലോയിനെ ഉൾപ്പെടുത്തേണ്ടതുണ്ടാവോ? ഉണ്ടാവോ? യെസ്, ഉൾപ്പെടുത്തേണ്ടതുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ ഉൾപ്പെടുത്താതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഗോളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അധികം ശ്രമമൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇൻവോൾവ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്ത് പറയുകയാണ്. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ഷെഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോൾ, ഗോള് അല്ലെ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ അത് എല്ലാവരിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അവിടെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആണെന്ന് നമുക്കത് വിശേഷിപ്പിക്കാം. കാരണം തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ അവരെയും കൂടി ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ അധികം കോൺഫ്ലിക്ട്സുകൾ ഇല്ലാതെ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓർഗനൈസേഷനായിട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ്ലി മനസ്സിലാക്കുക സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻഷിപ്പ്. നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഇമ്പോർട്ടൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്നാലും നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ തൊഴിലാളികളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതിന്റെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇനി അങ്ങോട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, വളരെ അധികം നിങ്ങൾക്ക് തന്നെ പറയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകള്?
മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ആയിട്ടാണോ? ഭാഗത്ത് ഡൗട്ടുകള്? ഡൗട്ടായിട്ടാണ് ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏത് ഭാഗമാണ് ക്ലിയർ ആവാതിരുന്നത്? എങ്ങനെ ക്ലിയർ ആവാത്തതുണ്ടോ? ഏതെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ല മാഡം. ചോദിക്കാം. ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഓക്കെയാണ്. ഏതെങ്കിലും ക്ലിയർ ആവാത്ത ഭാഗം വർക്കിങ്ങനെ ഫീൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങൾക്ക് സംശയം ചോദിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടോ എന്നുള്ളത്. ഓക്കെയാണ്. ഓക്കെയാണ്. യെസ്. അറിയാതെ പോകുന്ന ഇതകളാണെങ്കിൽ ആണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാനൊരു ഒരു ഇമേജ് റോങ് ആയിട്ട് കണ്ടു. അത് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് അറിയില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു പോവുക. നമ്മൾ ഒരു ടൈം തരുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ചോദിച്ചു ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. വരും. അയ്യോ. ഹലോ, എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിക്കുന്നുണ്ടോ? വോയിസ് ഓൺ ആയിട്ടുണ്ട്.